ഹസ്ബൻഡ് മ്യൂസീഷ്യനാണ്, ചേച്ചി മെഡിക്കലാണ്. മെഡിക്കൽ എന്ന് തന്നെ പറയാലോ. എങ്ങനെ സിങ്ക് ആവുന്നു രണ്ടും? അല്ല, മെഡിക്കൽ ആണെങ്കിലും ഞാനും ചെറുതായിട്ട് മ്യൂസിക്കിലുണ്ട്. ഓ, ഞങ്ങൾ രണ്ടുപേരും കൂടെ കപ്പിൾ സോങ്സ് ഒക്കെ ചെറുതായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ടോട്ടലി ഞാൻ അതിലല്ല. അതെന്റെ ഒരു പാഷനാണ്, അദ്ദേഹത്തിന്റെ അതൊരു പ്രൊഫഷനാണ് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡ് ആയിരുന്നു. അതിന്ന് ആ ഒരു വേണ്ട, കല്യാണം കഴിഞ്ഞ ആ ടൈം വരെയൊക്കെ അതായിരുന്നു. അത് കഴിഞ്ഞ് അതെനിക്ക് ഫിറ്റ് ആയില്ല എന്ന് പറഞ്ഞ് അത് മാറി കംപ്ലീറ്റ്ലി പിന്നെ മ്യൂസിക്കിലോട്ട് അദ്ദേഹം വന്നതാണ്. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാര്യം നമ്മൾ എന്താണെങ്കിലും നമ്മൾ അവിടെ ഒരു പാഷനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. അങ്ങനെ നിൽക്കണം. ഞാനും കുഞ്ഞു പാടും, പക്ഷെ നമ്മളൊക്കെ അതിന്റെ ഒരു പാഷനാണ്, അദ്ദേഹം അതിന്റെ ഒരു പ്രൊഫഷനാണ് എന്ന് മാത്രമേ ഉള്ളൂ. പാഷനും പ്രൊഫഷനുമാണ്. ഓക്കെ, ചേച്ചിയുടെ നാട് എവിടെയാ ശരിക്കും പറഞ്ഞു? ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തിരുവനന്തപുരത്താണ്. പിന്നെ ഇപ്പം കല്യാണം കഴിച്ചേക്കണത് ചെങ്ങന്നൂരാ. അപ്പോ ഇപ്പൊ ചെങ്ങന്നൂരാ. എങ്ങനെയാണ് ഈ മ്യൂസീഷ്യനെ കണ്ടെത്തിയത്? മ്യൂസീഷ്യനെ കണ്ടെത്തിയത് എൻ്റെ സിസ്റ്ററിന്റെ ഒരു മാരേജിൽ ആള് വന്ന, ജസ്റ്റ് ചുമ്മാ കാണാൻ വന്നാണ്. അപ്പൊ അത് കഴിഞ്ഞ അമ്മാവൻ ഇങ്ങനെ ഞാൻ പാടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെ എന്നെ ഒരു വോയിസ് ടെസ്റ്റിന് പുള്ളി വിളിപ്പിച്ചു. ഞങ്ങള് ഈ പറഞ്ഞതുപോലെ പുള്ളി അത്യാവശ്യം യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു പൊടി സ്പിരിച്വൽ ലൈനാണ്. അപ്പം കുറെ നേരം ഓരോരോ കാര്യങ്ങൾ, നല്ല ബുക്സിനെ പറ്റിയും പാട്ടിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഏതോ ഒരു സമയത്ത് ആ ട്രാക്ക് അങ്ങ് മാറി ഇതിലോട്ടങ്ങ് പോയതാണ്. പിന്നെ വളരെ യങ് ഏജിലാണ്, ഒരു 20 വയസ്സ് കഴിഞ്ഞപ്പോഴേ, 20-21 ആയപ്പോഴേ കല്യാണം കഴിച്ചു. അപ്പം ഈ കല്യാണം കഴിഞ്ഞ ടൈമിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എൻ്റെ ഫ്രണ്ട്സിനും. അദ്ദേഹം നമ്മളൊരിക്കലും കല്യാണത്തിന്റെ ആ ഒരു ടൈമിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആരും തന്നെ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് അങ്ങ് കാര്യമായിട്ടുള്ള ഒരു ഫാമിലി പ്ലാനിങ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് ലവ് മാരേജ്, നമ്മൾ സ്നേഹിക്കുന്ന ഒരാള് അദ്ദേഹത്തെ കല്യാണം കഴിക്കണം, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ടുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ളല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ അതിനെ ഒരുപാട് സീരിയസ് ആയി കണ്ടതും തമ്മിൽ പരസ്പരം മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതും കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ് ഡിസിഷൻസ് ഒരുമിച്ചെടുക്കാൻ. എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു മക്കൾ വന്നതിന് ശേഷം. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ലല്ലോ. ഒന്ന് കല്യാണം എന്ന മാരേജ് എന്ന കൺസെപ്റ്റിനോട് താല്പര്യമില്ല, ലിവിങ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അതല്ല, കല്യാണം കഴിഞ്ഞാലും ഇപ്പോഴും 8-9 വർഷമായിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളില്ല. എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട്, അവർക്ക് കുട്ടികൾ വേണ്ട എന്നുള്ളതാണ്. അതെന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇപ്പം അങ്ങനെ ഒരു രീതി എടുക്കുന്നത്? ഞാനിപ്പം എൻ്റെ മക്കളുടെ ഇതിൽ വന്ന് ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച് വേണം ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറായിട്ട് വന്നതാണ്. ഇപ്പം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് സിബി. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുമാവ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിന് ആ ഒരു ആംബിയൻസ് കൊടുത്ത് നമ്മുടെ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് നമ്മൾ അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ കുഞ്ഞിനെ വളർത്തണം എന്നുള്ളത് അതിൻ്റെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണത്. അല്ല, ഇറ്റ്സ് ആക്ച്വലി ദെയർ പേഴ്സണൽ ചോയ്സ്. നോ, ഇപ്പം കുഞ്ഞായി കഴിയുമ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് തന്നെ, അപ്പം അച്ചു നന്ദുവിൻ്റെയും കാര്യത്തിൽ ഞങ്ങൾ ഇത്രയും ആദ്യത്തെ കുഞ്ഞ് കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പ് വേണം എന്നൊക്കെ വെച്ചിരുന്നപ്പോഴാണ് അവനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് എനിക്ക് വേണം. അപ്പോൾ പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്ത് വളരെ തീരെ ആക്സിഡൻ്റലായിട്ട് രണ്ടാളും വന്നത്. പക്ഷെ ദെൻ വി ഫെൽറ്റ് വെരി ഹാപ്പി. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ നമ്മൾ വേണം എന്ന് വെച്ച് തന്നെ ആയില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നമ്മൾ കാണിക്കേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അല്ലേ. നമ്മൾ ആ നല്ലൊരു എൻവയൺമെൻറ്റ് കൊടുക്കണം, കുഞ്ഞിനായിട്ട് സ്പേസ് മാറ്റി വെക്കണം. അപ്പം അതിന് തയ്യാറല്ലെങ്കിൽ ഒരിക്കലും അത് അവരുടെ തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡിൽ കണ്ട കുറേ കാര്യങ്ങളായിരിക്കാം. എൻ്റെ അടുത്ത് ഒരു കേസിൽ 20 years ആയിട്ടും USA-ലുള്ളൊരു കപ്പിളാണ്, അവർക്ക് മക്കൾ വേണ്ട. അപ്പം ചോദിച്ചു വന്നപ്പം വി ആർ ഹാപ്പി. നമ്മൾ രണ്ടുപേരും നമ്മുടെ ലൈഫിലും നമ്മുടെ കരിയറിലും നമ്മളതിൽ ഹാപ്പിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് എടുക്കാൻ തയ്യാറല്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. ദേ മെഡിക്കലി ഫിറ്റ്, ദേ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഇറ്റ്സ് ഓൾ എ പേഴ്സണൽ ചോയ്സ്. പക്ഷേ അതൊരു നല്ല കാര്യം ഞാൻ പറഞ്ഞിട്ട് നമ്മൾ തീരെ താല്പര്യമില്ലാണ്ട് അത് ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ എത്രയോ കേസുകളിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു 90 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് കൊടുത്തിട്ട് രണ്ടുപേരും പോയിട്ട് പിന്നീട് കുഞ്ഞിന് ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് വരുന്ന എത്രയോ കേസുകൾ കാണുന്നു. അപ്പോൾ അതിനെക്കാട്ടി നല്ലതാണ് നമ്മൾ വേണം അല്ലെങ്കിൽ വേണ്ടെന്ന് തീരുമാനിച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നിട്ട് കുഞ്ഞിനെ വിട്ടിട്ട് പോയി പിന്നെ തിരിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഒരുപാട് കേസസ് ഉണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ കരിയർ മാത്രം നോക്കി പോകുന്ന ആൾക്കാരുമുണ്ട്. അപ്പം വാവ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റി ഇല്ല. അറ്റ്ലീസ്റ്റ് സ്റ്റിൽ ദേ ബിക്കം ഓൾഡ് അല്ലേ. അതെ. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓവർ എക്സൈറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി സങ്കടം വരുമ്പോൾ ഒത്തിരി ദേഷ്യം വരുമ്പോൾ ഒക്കെ ചില കാര്യങ്ങൾ പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു നിമിഷം സ്റ്റക്കായി പോകുമ്പം
ആ സ്റ്റക്കായതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമുക്ക് സൗണ്ട് പുറത്തേക്ക് വരാതെ സ്റ്റക്കായി പോകുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടാകും? ഇല്ല, ഇത് സ്റ്റക്കായി പോകുന്നത് എന്നാന്ന് വെച്ചാൽ സിമി, ഇപ്പം ചില ആൾക്കാർക്ക് അത് സ്റ്റക്കായി പോകുന്ന രീതി, ഇതെല്ലാം ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം കറക്റ്റായിട്ട് നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പം ഇതിലിപ്പോൾ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ വരുന്നതിന് മുമ്പ് കൈ ഇങ്ങനെ തണുത്ത് വിറച്ച്, അതിനപ്പോൾ എപ്പോഴും അതിനൊരു കർച്ചീഫ് വേണം, അല്ലെങ്കിൽ ഒരു പേര്, എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണം. അതിനെ ഇങ്ങനെ മുറുക്ക പിടിക്കും, അത് ഫുൾ നനഞ്ഞ് കൊതുന്നാണ് വരുന്നത്. അപ്പം ഇത് എന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ കൂളായിട്ടിരിക്കുക വന്നിരിക്കട്ടെ. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എന്തെങ്കിലും ഞാനൊന്ന് സംസാരിക്കും ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ എന്തെങ്കിലും അങ്ങ് സംസാരിക്കാൻ വരുമോ, വരുന്ന കാര്യങ്ങൾ തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾ സ്റ്റക്ക് ആവുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുവാണോ, പതുക്കെ കൂളായി ഇച്ചിരി വെള്ളം കുടിച്ച് ഒന്ന്, അതായത് ആ പെട്ടെന്ന് നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് പറയാൻ വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്ട്രെസ് മൂലം പറയാൻ വരും, പറഞ്ഞ് തീർക്കണമല്ലോ എന്ന് പറയുന്ന വരുമ്പോഴാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. സോ വെൻ യു ഗിവ് യുവർ മൈൻഡ്, നമ്മൾ തന്നെ നമ്മളത് കൂളാക്കുമ്പോൾ അഡ്രിനാലിൻ റഷ് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വോയിസ് വിറയ്ക്കുക, സ്റ്റക്ക് ആവുക, അതേപോലെ കൈയും കാലും വിറയ്ക്കുക, ഇതൊക്കെ വരുന്നത് പെട്ടെന്നുള്ള. ചില ആൾക്കാരെ കണ്ടിട്ടില്ല, ഈ അത്രയും നേരം ഒരു പ്രശ്നവും പക്ഷെ സ്റ്റേജ് കയറി സംസാരിക്കാൻ പറയുമ്പോഴത്തേക്ക് പോയി തീർന്നു, പറയാൻ വരുന്നതെല്ലാം ഫ്ലഷ് ഔട്ട് ആയി പോകും. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരത് സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യു ഡു സം ഫിസിക്കൽ ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് ഡീപ്പായിട്ട് ബ്രീത് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കണം. ഈ സ്റ്റേജിലൊക്കെ കയറുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവര് സാധാരണ ഒരുപാട് പേര്, ഇപ്പൊ സോണു നിഗം ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഈ സ്റ്റേജിൽ കയറിയിട്ട് ഇവർ cheer up ചെയ്യും. They don't sing initially, they cheer the crowd. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി അവർ അവരുടെ തന്നെ ബോഡിയെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. ദേ ആർ മേക്കിംഗ് ദെയർ ബോഡി കൂൾ. അതെ, മനസ്സിലായി. അപ്പം ഇത് തന്നെയാണ് ഇപ്പൊ സിമി ചോദിച്ചതിന്റെ അർത്ഥം. നമ്മളിപ്പോ പെട്ടെന്ന് ഇപ്പൊ സിമി ഇപ്പൊ എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് വരുന്നു, സിമി കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ പെട്ടെന്ന് സിമി കയറി എന്നോടൊന്ന് വന്ന് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് സിമിയുടെ പറയാൻ വരുന്നത് എല്ലാം അങ്ങ് വിട്ടുപോകും. പകരം എന്നോടൊന്ന് കൂളായി, എല്ലാം ഓക്കെ അല്ലേ ചേച്ചി, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് അതിലേക്ക് ആ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് ഈ ഒരു തോത് കുറയും. ടേക്കിംഗ് ഡീപ് ബ്രെത്ത്സ്, അത് വളരെ നന്നായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറഞ്ഞ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ജാം സെഷൻസ് കൊടുക്കും ഈ സമ്മർ ക്യാമ്പിലൊക്കെ. അപ്പൊ അതിനു മുമ്പ് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ചാടിപ്പിക്കും, ഈ ജമ്പിങ് ജാക്സ് പോലൊക്കെ ചെയ്യും. അവരതൊക്കെ കഴിഞ്ഞ് അവരൊന്ന് തളർന്ന് അവരിങ്ങനെ ശ്വാസം വിട്ട് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമ്പോൾ ദേ ഫീൽ വെരി മച്ച് റിലീഫ്. ഇത് എല്ലാവരുടെ കാര്യത്തിലും നല്ലതാണ് കേട്ടോ. പെട്ടെന്നുള്ള ആ ഒരു ഫിയർ വരുന്ന ആൾക്കാർക്ക് ദിസ് ഡെഫിനറ്റ്ലി വർക്ക്സ്. അതുപോലെ തന്നെ ഞാൻ അടുത്തിടയ്ക്കൊരു സിനിമ കണ്ടതാണ്. ആ സിനിമയിൽ കാമുകനോ കാമുകയല്ല, ചേട്ടൻ്റെയും അനിയൻ്റെയും മക്കൾ, ഇവർ തമ്മിൽ പ്രണയമുണ്ടാവുന്നു, ഇവർ തമ്മിൽ സെക്സ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ സ്വന്തം ബ്ലഡിലുള്ള ആൾക്കാരോട് ഇങ്ങനെ ഒരു ഫീലിങ്സ് വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതെന്നു വെച്ചാൽ അതിപ്പോൾ ഈ ഒരു മൂവിയിൽ കാണിച്ചത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു, ഇപ്പോഴത്തെ ഈ ഒരു വന്ന കാലത്ത് നമ്മുടെ കേസുകൾ, ഒരുപാട് കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പം മകൻ അമ്മ, ഞാൻ പറയുന്നത് ഒരിക്കലും ഇങ്ങോട്ടല്ല, തിരിച്ച് കുഞ്ഞിന് അങ്ങോട്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ വരാനുള്ളതിൻ്റെ ഒരുപാട് സാധ്യതകൾ കൂടുതൽ നേരത്തെ കാലത്തും ഇതുണ്ടായിരുന്നു. ഇതെന്നു വെച്ചാൽ ഈ പറഞ്ഞ ഈ പ്രായത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ കുട്ടി പോകും. ഇതിനകത്ത് ഒരാളായിരിക്കാം, ഒന്നുകിൽ ഇവൻ എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഏജിന് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രഷർ ഇതിനു മുമ്പ് കിട്ടിയേക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഫോൺ വഴിയോ അല്ലെങ്കിൽ ബുക്സ് വഴിയോ എന്തെങ്കിലും ഒരു കാര്യം വഴി എന്തോ ഇതിനുള്ള ഒരു എക്സ്പോഷർ ആൾക്ക് കിട്ടിയിട്ടുണ്ട്, എങ്കിൽ മാത്രമേ തിരിച്ച് ആ ഒരു ട്രാക്കിലേക്ക് അവനോ അല്ലെങ്കിൽ അവൾക്കോ പോകാൻ പറ്റുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.